ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് പാഠം 7 നിലാതീരത്ത് നിന്നുള്ള പാഠം ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പം അതിൻ്റെ നമ്മളെ മറ്റ് പഠന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഒന്ന് അതിലേക്ക് ശ്രദ്ധിക്കാം അല്ലേ? ഓക്കെ. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിലാതീരത്ത് നിന്നാണ് പാഠത്തിൻ്റെ പേര്. നിലയെ പറ്റിയാണ് പറഞ്ഞത്. നിലയുടെ മറ്റൊരു പേരാണ് എന്ത്? ഭാരതപ്പുഴ. നില ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് പതിക്കുന്നത് നില? ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് 250 കിലോമീറ്റർ ഒഴുകി അത് എവിടെ പതിക്കുന്നു? എവിടെയാ ഫിത്തെ? അറബിക്കടലിൽ പതിക്കുന്നു അല്ലെ? ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്? ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാണ്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് അല്ലേ ഒഴുകുന്നത്? അതെ. പിന്നെന്താ ചോദിച്ചേ? പിന്നെന്തൊക്കെയാ പഠിച്ചത് നമ്മള്? നിളയുടെ തീരത്ത് എന്തൊക്കെയോ നടക്കുന്നു പറഞ്ഞു അല്ലെ? നിള ആദ്യം തന്നെ പറയുന്നുണ്ട് എന്ത്? കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാ നദിക്കുള്ളത് എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ്? മാമാങ്ക മഹോത്സവം നടക്കുന്നത് നിലയുടെ തീരത്തുള്ള തിരുനാവാ മണപ്പുറത്തായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് മാമാങ്കത്തിനെ കുറിച്ച് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. മാമാങ്കം എന്താണ്? മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകനക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത് പറഞ്ഞു അല്ലെ? ഒരു വ്യാഴവട്ടക്കാലം, അതായത് 12 വർഷത്തിലൊരിക്കാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം ആദ്യം മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലായിരുന്നു. പിന്നീട് അത് പോർച്ചുഗീസുകാരുടെയും മറ്റും സഹായത്തോടെ സാമൂതിരി കൈക്കലാക്കി എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ പറഞ്ഞത് നിലയുടെ തീരത്ത് പ്രധാനമായി ഉണ്ടായിരുന്ന പിന്നെന്താ? കേരള കലാമണ്ഡലം അല്ലെ? കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിലയുടെ തീരത്താണെന്ന് പറഞ്ഞു അല്ലെ? കേരള കലാമണ്ഡലം ആരൊക്കെയാ? മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് ആരംഭിച്ചത് എന്നും പറഞ്ഞു അല്ലെ? അവിടെ കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, പിന്നെന്താ, ഓട്ടൻതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദം തുടങ്ങി കേരളീയ കലകളും അഭ്യസിപ്പിക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത്? അത് ഇന്ന് കേരള കലാമണ്ഡലം ഇന്ന് ഗവൺമെന്റ് ഏറ്റെടുത്ത്, ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെന്തൊക്കെയാ പറഞ്ഞത്? പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിലയുടെ തീരത്തുണ്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല, ഈ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത് അല്ലെ? പിന്നെ പറഞ്ഞത് പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളാതീരത്തായിരുന്നു പറഞ്ഞു. ആരൊക്കെയാ? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, MD വാസുദേവൻ നായർ, പിന്നെയോ VKN അക്കിത്തം തുടങ്ങിയവരാണ് അതില് പ്രമുഖർ അല്ലെ? ഓക്കെ. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ് അതിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എല്ലാ മക്കളും അത് ചെയ്തിട്ടുണ്ടോ? ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അത്. കുറേ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അത്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയാണ് നമ്മൾ നിലാതീരത്ത് എന്ന പാഠത്തിൽ പഠിച്ചത് അല്ലേ? നിലയുടെ മറ്റൊരു പേരെന്താണെന്നാ പറഞ്ഞത്? ഭാരതപ്പുഴ എന്നാണ്. നിങ്ങൾക്കിത് ഭാവിയിൽ ഒരുപാട് ക്വസ്റ്റ്യന് ഉപകരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ പറഞ്ഞത് ഇത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അറബിക്കടലിലാണ് പതിക്കുന്നത്, ഏതൊക്കെ ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഇത് ഒഴുകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഏകദേശം പാഠം മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? നല്ല നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ പറ്റുമോ? ഓക്കെ. ഇത്രയും പ്രധാന പോയിന്റ് ആണ് അതിലുള്ളത്. അപ്പോൾ മാമാങ്കത്തിനെ കുറിച്ച് പഠിച്ചു നമ്മൾ. പിന്നെ കേരള കലാമണ്ഡലത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റണം. അതിൽ താഴെ ചോദിക്കുന്നുണ്ട് അതൊക്കെ. പിന്നെ പറഞ്ഞത് പ്രശസ്തരായ പല കലാകാരന്മാരും ഇവിടെയാണ് ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞു. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം, ഇവരാണല്ലേ. പിന്നെ പറഞ്ഞ പ്രശസ്തങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളാനദീതീരത്തുണ്ട്.
അത് ഏതൊക്കെയാണ്? തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല, ഈ പേരുകളിലാണ് അവ അറിയപ്പെടുന്നതെന്നും പറഞ്ഞു. അപ്പൊ എന്താണ് കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പദങ്ങളുടെ അർത്ഥാണ് അല്ലേ? എല്ലാവരും ഇത് 3 പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നോ? പാഠം വീട്ടിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ. പദങ്ങളുടെ അർത്ഥം പഠിക്കാനാണ് പ്രമുഖം, പ്രധാനം, പുണർന്നുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട്, അഭേദ്യം, വേർപെടുത്താൻ പറ്റാത്തത്, അഭേദ്യം വേർപെടുത്താൻ പറ്റാത്തത്, പക്ഷം, ഭാഗം അല്ലെ? പക്ഷം എന്ന് പറഞ്ഞാൽ ഭാഗം, അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ പകുതിയായി 15 ദിവസത്തിനെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, അതിൽ 15 ദിവസം, അതായത് മാസത്തിന്റെ പകുതി. അധീനതയിൽ, കീഴിൽ, വ്യാഴവട്ടം, 12 വർഷം. മാഘമാസം, ഏത് മാസത്തിനാ മാഘമാസം എന്ന് പറയുക? മകരമാസം അല്ലേ? പുരാതനം, പ്രാചീനം. രോമാഞ്ചജനകം, രോമാഞ്ചത്തെ ഉണ്ടാക്കുന്നത്. സാഹസിക കഥകൾ, വീര കഥകൾ. ആരംഭം കുറിക്കുക, തുടങ്ങുക അല്ലെ? ആരംഭം കുറിക്കുക, തുടങ്ങുക. പാർപ്പിടം, വീട്. വർഷാഗമം, മഴക്കാലത്തിന്റെ വരവ്. ഹർഷപുളകിത, സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ടവൾ. മൂർധന്യം, ഏറ്റവും ഉയർന്ന അവസ്ഥ, മൂർധന്യാവസ്ഥയിലാണ് എന്ന് പറയാറുണ്ടല്ലോ. പിന്നെ ക്ഷിപ്രകോപിനി, പെട്ടെന്ന് കോപിക്കുന്നവള്. ആർദ്രമാക്കുക, അലിയിക്കുക. പുണ്യശ്ലോക, സൽകീർത്തി ഉള്ളവൾ. അർത്ഥം ഇത്രയാണ് ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ഇന്ന് പാഠം 7 നിലാതിരത്ത് നിന്ന് ഹെഡിങ് എഴുതി അർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ട് എഴുതണം. ഓക്കെ, കേൾക്കുന്നില്ല ദിയ? ഫെയ്ത്തെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇത്രയും അർത്ഥം നിങ്ങൾ നോട്ടിൽ എഴുതി സൂക്ഷിക്കണം, എഴുതണം, ഇന്ന് തന്നെ എഴുതണം. പിന്നെ വിപരീത പദാണ് ഉത്ഭവിക്കുക, പതിക്കുക, ഓപ്പോസിറ്റ് വേർഡ്. വിസ്തൃതം, സങ്കുചിതം, അഭേദ്യം, ഭേദ്യം. പുരാതനം, നവീനം അല്ലെ? പുരാതനം എന്ന് പറഞ്ഞാൽ പഴയത്, നവീനം എന്ന് പറഞ്ഞാൽ പുതിയത്. ഉത്ഭവിക്കുക പറഞ്ഞാല് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്, എവിടെയാണ് പതിക്കുന്നത്? ആദ്യമേ പറഞ്ഞു അല്ലെ? അതില് വിസ്തൃതം, വിസ്താരമേറിയത്. സങ്കുചിതം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്. അഭേദ്യം, വിഭജിക്കാൻ പറ്റാത്തത്, ഭേദിക്കാൻ പറ്റാത്തത്. ഭേദ്യം എന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ഓപ്പോസിറ്റ് വേർഡ്. അപ്പൊ എന്ത് ചെയ്യണം? അർത്ഥവും ഓപ്പോസിറ്റ് വേർഡും അടുത്ത താഴെയുള്ളത് വായിക്കാം ഓരോന്നും. ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി സൂക്ഷിക്കണം. നെക്സ്റ്റ് പര്യായ പദങ്ങളാണ്. നദി, നദിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാ? അരുവി, പുഴ, ആറ്. അരുവി, പുഴ, ആറ്. നെക്സ്റ്റ് രക്തം, രക്തം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ബ്ലഡ്, രക്തം, ചോര. ഓക്കെ, അപ്പൊ നിണം, ശോണിതം, ചോര. പോരാട്ടം, യുദ്ധം, സമരം, രണം. ഇപ്പൊ മനസ്സിലായില്ലേ അത് പര്യായപദങ്ങള്? ഇപ്പൊ പര്യായപദങ്ങൾ എഴുതുമ്പോൾ 2-3 എണ്ണെങ്കിലും എഴുതണം കേട്ടോ. മിനിമം 2 എണ്ണെങ്കിലും എഴുതണം നിങ്ങൾ. അപ്പൊ അത് പഠിക്കണം. നെക്സ്റ്റ് ചേർത്ത് എഴുതാം എന്നാണ്. ഭാരത പ്ലസ് പുഴ, ഭാരതപ്പുഴ അല്ലെ? പാ ഇരട്ടിച്ചു. നെക്സ്റ്റ് ഉയർന്നത് പ്ലസ് ആണ്, ഉയർന്നതാണ്. ഇവ പ്ലസ് എല്ലാം, ഇവയെല്ലാം. നടത്തി പ്ലസ് ഇരുന്നു, നടത്തിയിരുന്നു. ഏറ്റുമുട്ടി പ്ലസ് ഉള്ള, ഏറ്റുമുട്ടിയുള്ള. അത് എഴുതിക്കോ, ഇപ്പൊ തന്നെ ഞാൻ ഒന്നുകൂടി പറയാ. എഴുതിക്കോ ഫെയ്ത്തേ, എഴുതിക്കോ. അതില് ഭാരത പ്ലസ് പുഴ, ഭാരതപ്പുഴ അതിലുണ്ട്. നെക്സ്റ്റ് ഉയർന്നത് പ്ലസ് ആണ്, ആ പ്ലസ് അതിൻ്റെ ഇടയിൽ ഇടണം. അങ്ങനെ നോട്ടിലും ഇത് എഴുതി വെക്കണേ. അപ്പൊ എന്താണ്? ഉയർന്നതാണ്, താ എഴുതിയിട്ട് ആ ചിഹ്നം ഇടണം. ഉയർന്നതാണ് എഴുതിയോ? ഉയർന്നതാണ്. ഉയർന്നത് പ്ലസ് ആണ്, ഉയർന്നതാണ്. കഴിഞ്ഞോ? എഴുതിയോ? ഉയർന്നതാണ്. നെക്സ്റ്റ് ഇവ പ്ലസ് എല്ലാം, ഇവ എല്ലാം. ഓക്കെ, ഇവയെല്ലാം എഴുതിയോ?
ആൻമരിയ? ഓക്കെ. ഇവയെല്ലാം യാ എഴുതിയിട്ട് ഏച്ചിനോടൻ അല്ലെ, യാക്ക് മുമ്പിൽ ഏച്ചിനോടൻ. ഇവയെല്ലാം. നെക്സ്റ്റ് എന്താ? നടത്തി പ്ലസ് ഇരുന്നു. എന്താ? നടത്തിയിരുന്നു. നടത്തിയിരുന്നു. യാ എഴുതിയിട്ട് വള്ളി ഇടണം. എന്തേ ഫെയ്ത്തെ, ജലദോഷം ഉണ്ടോ? തുമ്മുന്നുണ്ടല്ലോ. ഓക്കെ. നടത്തിയിരുന്നു. നെക്സ്റ്റ് ഏറ്റുമുട്ടി പ്ലസ് ഉള്ള. എന്താ വരുവാ? ഏറ്റുമുട്ടിയുള്ള. യുള്ള. ഓക്കെ. ഏറ്റുമുട്ടിയുള്ള. അതെല്ലാം അതിൽ എഴുതി വെച്ചോ എല്ലാരും? ഓക്കെ. എഴുതുന്നുണ്ടോ എല്ലാരും? നോട്ടിലേക്ക് എഴുതണേ. ഇപ്പൊ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്തോ. നെക്സ്റ്റ് പിരിച്ചെഴുതാം എന്നാണ് അല്ലേ? താഴെ മണൽപ്പുറത്ത്. മണൽ പ്ലസ് പുറത്ത്. മണൽപ്പുറത്ത് എന്നുള്ളത് മണൽ പ്ലസ് പുറത്ത് വന്നു. നെക്സ്റ്റ് ചാവേർപ്പട എങ്ങനെ വരും? ചാവേർ പ്ലസ് പട. ഓക്കെ. ഇപ്പ വേണ്ട, പ ഇരട്ടിക്കുന്നതാണ് അപ്പുറം വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് തട്ടി പ്ലസ് എടുത്തു. തട്ടി പ്ലസ് എടുത്തു അല്ല, തട്ടിയെടുത്തു എന്നുള്ളത് തട്ടി പ്ലസ് എടുത്തു എന്ന് വേണം. ഓക്കെ. എടുത്തു ഏ എഴുതണം. നിളയുടേതാണ്. നിളയുടെ പ്ലസ് ആണ് ആ എഴുതണം. ഇവയൊക്കെ. ഇവ പ്ലസ് ഒക്കെ ഓ. അവശയായിരിക്കും. അവശ പ്ലസ് ആയിരിക്കും. അത് എഴുതിയോ? കംപ്ലീറ്റ് ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. ഇപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ ഇത്ര വേഗം എഴുതിയോ? അതുപോലെ നോട്ടിലേക്കും പകർത്തി എഴുതണം. നെക്സ്റ്റ് വാക്യത്ത് പ്രയോഗിക്കുകയാണ്. നമ്മൾ വാക്യത്ത് പ്രയോഗിക്കുന്നത് കുറെ കഴിഞ്ഞ പാഠത്തിന്റെ എഴുതി തന്നിട്ടില്ല അല്ലേ മിസ്? നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? വാക്യത്ത് പ്രയോഗം കഴിഞ്ഞ പാഠത്തിന് ഉണ്ടായിരുന്നു. ഞാൻ തന്നില്ല എന്നാണ് തോന്നുന്നത്. അതായത് ഏതോ ഒരു കഥക്ക് ഉണ്ടായിരുന്നില്ലേ? ഏതാ വാക്യത്ത് പ്രയോഗിക്കാന്നുണ്ട്. ആകർഷകം, നിഗമനം, അസാമാന്യം, അമൂല്യം അല്ലേ? ഏതില്? നമ്മളിപ്പോ ഇതിനിടക്ക് ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ എന്ന പാഠത്തിന് എഴുതാനുണ്ടായിരുന്നു. അത് മിസ് എഴുതി തരാം കേട്ടോ. വാക്യത്തെ പ്രയോഗിക്കുക എന്നുണ്ട് അല്ലേ? അഭേദ്യം. അഭേദ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭേദ്യം എന്താ അർത്ഥം? വേർപെടുത്താൻ പറ്റാത്തതാണ് അഭേദ്യം അല്ലേ? വേർപെടുത്താൻ പറ്റാത്തത്. അപ്പൊ എങ്ങനെ നമ്മൾ വാക്യത്തെ പ്രയോഗിക്കും? ഇതിലുള്ളത് തെങ്ങുകളുമായി കേരളീയർക്കുള്ള ബന്ധം അഭേദ്യമാണ് അല്ലേ? വേർപെടുത്താൻ പറ്റാത്തതാണെന്ന് അർത്ഥം. നെക്സ്റ്റ് വ്യാഴവട്ടം. വ്യാഴവട്ടത്തിനെ പറ്റി ഞങ്ങൾ എങ്ങനെ വാക്യത്തെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞേ? വ്യാഴവട്ടം. വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 12 വർഷം. ഓക്കെ. എന്താ എഴുതുക വാക്യത്തെ പ്രയോഗിക്കല്? ആൻമരിയൊക്കെ ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഫെയ്ത്ത് എന്താന്ന് കേൾക്കുന്നുണ്ട് അല്ലേ ആൻമരിയൊക്കെ? ഓക്കെ. ആൻമരി ഇടക്കിടക്ക് ഒന്നിങ്ങനെ അനങ്ങനെ കാണുന്നുണ്ട് ഞാൻ. അപ്പൊ എന്താണ് വ്യാഴവട്ടം? ഒന്ന് വാക്യത്തെ പ്രയോഗിച്ചേ. ഒന്ന് ശ്രമിച്ചു നോക്കും മക്കൾ. എങ്ങനെ വാക്യത്തെ പ്രയോഗിക്കുക? ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ എന്താണ് പറഞ്ഞേ? 12 ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവാമണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരി സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവണമെങ്കിൽ ഒരു മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴാണ് ഒഴിയേണ്ടത് അല്ലേ? അങ്ങനെ വാക്യത്തെ പ്രയോഗിക്കാം. നെക്സ്റ്റ് എന്താണ്? രക്തച്ചൊരിച്ചിൽ. രക്തച്ചൊരിച്ചിൽ എങ്ങനെയാ പറയുക? സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് മഹാന്മാരുടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരുപാട് ആള് മൃത്യു വരിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് മിസ് എഴുതി വിടാം. പുരാതന കാലം എന്താ പറയാ? പുരാതന കാലം എന്തെങ്കിലും ഉണ്ടോ ദിയ? ഒന്ന് പറഞ്ഞേ ദിയ. പുരാതന കാലം എങ്ങനെ വാക്യത്തെ പ്രയോഗിക്കാം? മിസ് പുരാതന കാലത്ത്
വണ്ടികളില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. പുരാതന കാലം അല്ലെങ്കിൽ എന്തായാലും പറയാം, പുരാതന കാലത്ത് വലിയ സൗകര്യങ്ങൾ ആദ്യം ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. നെക്സ്റ്റ് വിളഞ്ഞു നിന്ന. വിളഞ്ഞു നിന്ന എന്താണ്? എന്തെങ്കിലും ഇത് ഇപ്പം നെല്ല് വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ് അല്ലേ. അങ്ങനെയാണ് സാധാരണ ഒരു വാക്യത്തിൽ പ്രയോഗിക്കൽ. ആ അർത്ഥം വരുന്ന ഒരു ഇത് എഴുതണം. നെക്സ്റ്റ് വീര പോരാട്ടങ്ങൾ അല്ലേ. ആരംഭം കുറിക്കുക. അത് രണ്ടുണ്ട്. വീര പോരാട്ടങ്ങൾ എന്താ എഴുതുക? വീരപോരാട്ടങ്ങൾ എന്താ നിങ്ങൾ ഇപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കുക? ഇതിൽ തന്നെ ഉണ്ട്, നമ്മളെ കഥയിൽ തന്നെ ഉണ്ട് വീരപോരാട്ടങ്ങൾ. വീരപോരാട്ടങ്ങളുടെ ഒരുപാട് കഥകൾ നിലക്ക് പറയാനുണ്ട് എന്ന് എഴുതാം. നെക്സ്റ്റ് ആരംഭം കുറിക്കുക. ആരംഭം കുറിക്കുക പറഞ്ഞാൽ എന്താ? ഒന്നിന് തുടക്കം കുറിക്കലാണ് ആരംഭം കുറിക്കല്. എന്തായാലും ഒന്നിന്റെ ആരംഭം കുറിക്കുവാന്ന് എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കം കുറിക്കലാണ്. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലത്തിന് ആരംഭം കുറിച്ച് എഴുതാവാണെങ്കിൽ അല്ലേ. എന്തെങ്കിലും എഴുതാ നിങ്ങൾക്ക് ആരംഭം കുറിക്കുവാന്ന് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ് അല്ലേ. അടുത്തത് 1 എന്താണ് ചോദ്യം? നീലാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? പതിക്കുന്നത് എവിടെ? എവിടെ നിന്നാണ് നീലാനദി ഉത്ഭവിക്കുന്നത്? ഓക്കെ, ദിയ പറഞ്ഞോ. ഓക്കെ, ആനമലയിൽ നിന്നാണ് നീലാനദി ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെ? എവിടെ പതിക്കുന്ന ആൻമരിയ? ഫെയ്ത്തേ? ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീള എവിടെയാണ് പതിക്കുന്നത്? ഓക്കെ, അറബിക്കടലിൽ. അറബിക്കടലിൽ. ഏതെല്ലാം ജില്ലകളിലൂടെയാണ് നിള ഒഴുകുന്നത്? ഏതെല്ലാണ്? ഏതെല്ലാം ജില്ലകളെ? പാലക്കാട്, തൃശ്ശൂർ. ഓക്കെ, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളെ അല്ലെ, ജില്ലകളിലൂടെയാണ് നിളാനദി ഒഴുകുന്നത്. നെക്സ്റ്റ് നിളയിലുള്ള അണക്കെട്ടുകളും ജലസംഭരണികളും ഏതെല്ലാം? ഏതെല്ലാണ്? മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളുമാണ് നിലയിലുള്ളത് അല്ലേ. മനസ്സിലായില്ലേ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലായിരുന്നു ആദ്യകാലങ്ങളിൽ മാമാങ്കം നടന്നിരുന്നത് അല്ലേ. ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിച്ച ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ പറയും. എത്ര ഉഷാറായിട്ട് പറയുന്നറിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഒന്ന് വായിച്ചേ ആരെങ്കിലും ഒരാള്. സാമൂതിരി, എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വായിക്കുന്നു. സാമൂതിരി ആരിൽ നിന്ന് ദിയ അൺമ്യൂട്ട് ചെയ്ത് വായിക്കുമോളെ. സാമൂതിരി ആരിൽ നിന്ന് എങ്ങനെ മാമാങ്കം നടത്താനുള്ള അവകാശം തട്ടിയെടുത്തു? ഓക്കെ, ആരിൽ നിന്നാണ് എങ്ങനെയാണ് തട്ടിയെടുത്തത്? ആരിൽ നിന്നാ തട്ടിയെടുത്തത് സാമൂതിരി? കച്ചവടത്തിനായി എത്തിയ കേരളത്തിലെ വന്ന പോർച്ചുഗീസുകാരുടെ മറ്റു പിൻബലത്തോടെ. ഓക്കെ, അപ്പൊ വള്ളുവനാട്ട് രാജാവിൽ നിന്നാണ് സാമൂതിരി, അല്ല ആരിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? വള്ളുവനാട്ട് രാജാവിൽ നിന്ന്. ആരുടെ പിൻബലത്തോടെയാണ്, എങ്ങനെയായിരുന്നു തട്ടിയെടുത്തത്? കച്ചവടത്തിന് വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ, അല്ലെ തന്നെ പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷസ്ഥാനം തട്ടിയെടുത്തു. ഓക്കെ, അത് പ്രത്യേകിച്ച് പറയണം, ഇതിൽ കുറച്ചധികം പറയാനുണ്ട്. നെക്സ്റ്റ്
നമ്പൂതിരിമാർ നിലയുടെ തീരത്ത് സമ്മേളിച്ചത് എന്തിനാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ കാണുന്നേ ഇല്ല അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ടെക്സ്റ്റ് വായിക്കുന്നേ ഇല്ല കുഞ്ഞുങ്ങള്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നും കിട്ടാത്തത്. ഇത്ര നല്ലൊരു പാഠമായിട്ടും അത് ടെക്സ്റ്റ് വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ ആൻസർ വേഗം പറയാൻ പറ്റും. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പലതവണ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാണ്. അല്ലേ? നിലയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം ഏത്? ഏതാണ് നിലയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം? അൺമ്യൂട്ട് ചെയ്ത് പറതിയ കുട്ടി. കേരള കലാമണ്ഡലം. ഓക്കെ. നെക്സ്റ്റ്, നിലയുടെ തീരത്തുള്ള പുരാതന പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഏത്? ഏതൊക്കെ ക്ഷേത്രങ്ങളാ? അൻമരിയ അൺമ്യൂട്ട് ചെയ്ത്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താ? നിലയുടെ തീരത്തുള്ള പുരാതന പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇത് ചോദിച്ചു. ഇനി നെക്സ്റ്റ്, നിലാ നദീതീരം പാർപ്പിട കേന്ദ്രമാക്കിയ സാഹിത്യകാരന്മാർ ആരെല്ലാണ്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, പട്ടത്തിരിപ്പാട്, MD വാസുദേവൻ നായർ, VKN അക്കിത്തം അല്ലേ? നെക്സ്റ്റ്, ചെറിയ കുറിപ്പുകൾ എഴുതുക പറഞ്ഞിട്ട് 1 മാമാങ്കമുണ്ട്, 2 കലാമണ്ഡലമുണ്ട്. അറിയാലോ ഇതില് ശരിക്കും എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് തന്നെ ഉണ്ട്. ഓക്കെ, മിസ് എഴുതി സെൻഡ് ചെയ്തെന്നോളാം. ഇപ്പൊ ഇതില് നിലയുടെ നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇത് നമ്പൂതിരിമാർ നിലയുടെ തീരത്ത് സമ്മേളിച്ചത് എന്തിനാണ്? എന്തിനാണ് മക്കളെ? ഒന്ന് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട്. അറിയോ? ഫെയ്ത്ത് പോയാ? അപ്പൊ നമ്മുടെ ആ പാഠം കഴിഞ്ഞു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് പറഞ്ഞ അർത്ഥവും വിപരീത പദങ്ങളും പര്യായ പദങ്ങളും ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ നോട്ടിലേക്ക് എഴുതി വെക്കണം, ഇതിൽ നോക്കിയിട്ട് കേട്ടോ. അതിന് ക്വസ്റ്റ്യൻസും കൂടി ആയിക്കഴിഞ്ഞാൽ, ബാക്കിയത്തെ പ്രയോഗിക്കുകയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാഠം ഫിനിഷായി അല്ലേ? അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേണ്ടത് കാക്ക എന്ന പാഠാണ്. പാഠം 8 കാക്ക. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കാക്ക എന്ന പാഠം എടുക്കണം അല്ലേ? ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ് തന്നെ വൃത്തിയിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഈ ടെക്സ്റ്റ് ഒന്ന് നല്ലപോലെ വായിച്ചേ കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം തുരുതുരാ അങ്ങ് പറയാൻ പറ്റണം. ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൽ ടെക്സ്റ്റ് അലക്സാൻഡ്രിയ എന്നുള്ള പാഠം ശരിക്കും വായിച്ചിട്ടുണ്ട് ദിയ. കാരണം ദിയ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ടെക്സ്റ്റ് എഴുതി വെക്കുക ഇത് അല്ലേ ദിയ? ക്വസ്റ്റ്യൻ ആൻസർ പ്രത്യേകിച്ച് ദിയ പഠിച്ചിട്ടില്ല. ദിയ ടെക്സ്റ്റ് തന്നെ ഇല്ലത് അങ്ങനെ തന്നെ എഴുതി വെക്കുക ഇത്. അങ്ങനെ എഴുതിയാൽ പോരാ, ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെ പക്ഷെ അത് നല്ലപോലെ വായിച്ചിട്ടുണ്ട്, കാരണം ബൈഹേർട്ടാണ് ടെക്സ്റ്റ് അല്ലേ ദിയ? ക്വസ്റ്റ്യൻ്റെ ആൻസർ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ പാടും നല്ലപോലെ വായിക്കണം. 2-3 പ്രാവശ്യമെങ്കിലും ഒരു പാഠം എടുത്തു കഴിഞ്ഞാൽ അത് 2-3 പ്രാവശ്യമെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താവും? എളുപ്പം ഉണ്ടാവും ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനും ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ. ഫെയ്ത്ത് പോയി, ആൻമരിയ ഇടക്കിടക്ക് സ്ട്രക്കാണ്. ലേഡിയ ആൻറ്റിയും പോയി. ഓക്കെ, ബൈ. ഓക്കെ.